ഏവർക്കും BK സ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒക്കെ സാഹചര്യം ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു ഡിവൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു അൺബോക്സിംഗ്. ഞാനൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം പറഞ്ഞു തരുന്നില്ല, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. Please like, share and subscribe to our channel BK Edutech. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. ദ്വയോന്റെ എനർജി പ്രോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ടും ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിന്റെ ബോക്സും ഇതിന്റെ കളറും ഒക്കെ പ്രത്യേകമായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, ഷൈനി ബ്ലൂ കളറൊക്കെ. പിന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് 80 hours പ്ലേ ബാക്ക് ഉണ്ട് ഇതിന്റെ ബാറ്ററിക്ക്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ഞാൻ പറഞ്ഞില്ല, 80 മുതൽ 84 മണിക്കൂർ വരെ ഇത് നിൽക്കും നമുക്ക് യൂസ് ചെയ്യാൻ. അതായത് 14 ദിവസം വരെയൊക്കെ നമുക്ക് സ്റ്റാൻഡ് ബൈ ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ചാർജ് ചെയ്യാണ്ട് 14 ദിവസം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പറയുമ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമാണിത്. പിന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ബോക്സിൽ കാണുന്നില്ലേ, ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ മൈക്രോഫോണും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു 15 മീറ്ററോളം നമുക്കിത് കിട്ടുള്ളൂ. അതിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് 15 മീറ്ററോളം. പിന്നെ നമ്മുടെ ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ 15 മീറ്റർ അല്ല, നേരെ പോവാണെങ്കിൽ ഒരു 15 മീറ്ററോളം ഇത് കിട്ടും. അതിപ്പോ എന്താ പറയുക, നമ്മൾ പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു 15 മീറ്ററൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 1000 രൂപേന്റെ അടുത്തായിട്ട് വരും ഇതിന്റെ റേറ്റ്. 1000 രൂപ തന്നെ കറക്റ്റ് 1000 റുപ്പീസ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് കുറയാൻ മതി. GST കുറഞ്ഞിട്ട് കുറച്ചുകൂടി പ്രൈസ് കുറയാൻ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം. നമ്മൾ ആ പിക്ചറിൽ, അതായത് ബോക്സിന്റെ പിക്ചറിൽ കണ്ട പോലെ തന്നെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം. സാധാരണ നമ്മുടെ ഹെഡ്സെറ്റിലുള്ള പോലെ തന്നെ അത് നമ്മളെ ചെവിയിലൊക്കെ വെക്കുന്ന ചെവിന്റെ ഓരോരുത്തർ ചെവിന്റെ സൈസിനുള്ള ബാഡ്സ് ആണ്. നമുക്ക് സൈസ് ഉള്ള പോലെ നമുക്ക് മാറ്റിയിടാവുന്നതാണ് ഹെഡ്സെറ്റിന്റെ മുമ്പിൽ. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ സ്ഥിരം നമുക്ക് അറിയുന്നതാണ്. നമുക്ക് ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കാം. അതുപോലെ ഇതിൽ USB കേബിൾ വരുന്നുണ്ട്, സാധാരണ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു USB. പിന്നെ ഇതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇവര്, ദ്വായോന്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക്. ഇൻസ്ട്രക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഇത് കംപ്ലീറ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ തൽക്കാലം ഇതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഞാൻ എടുക്കാണ്. ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചെടുത്താൽ നമുക്കത് ഇങ്ങോട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ദ്വയോന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ ചെവിയിൽ കറക്റ്റായി ഫിറ്റ് ആയി നിൽക്കാനുള്ള ഒരു കാലിലുണ്ട്. പിന്നെ നമ്മുടെ ഹിയറിംഗ് കാര്യങ്ങളൊക്കെ നല്ല പക്ക വാക്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബട്ടൺസ് നിങ്ങൾക്ക് കാണാം. സാധാരണ പോലെ തന്നെ 3 ബട്ടൺസ് ഉണ്ട് ഇതില്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് സൈഡിലേക്കായിട്ട് നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ചാർജർ, അതായത് ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും ഉണ്ട് അതിന്റെ സൈഡിലായിട്ട്. അപ്പോൾ ഈ സെന്ററിലെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓൺ ആവും. അതാണ് നമ്മളെ പവർ ബട്ടൺ. അതുപോലെ വോളിയം കുറയ്ക്കാനുള്ള ബട്ടണും പിന്നെ വോളിയം കൂട്ടാനുള്ള ബട്ടണും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കളിക്കുന്നത്, നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇത് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. Power on pairing connected. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അതായത് 100% 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു നീല ലൈറ്റ് ആയിരിക്കും കത്തുക. പിന്നെ നമ്മളിതിൽ ഫുൾ ചാർജ് അല്ലെങ്കിൽ റെഡ് കളർ ലൈറ്റ് ആയിരിക്കും കത്തുക. നിങ്ങൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ ചാർജ് ചെയ്യാൻ വെക്കുക. വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 മണിക്കൂർ ചാർജ് ചെയ്യാൻ വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം, ഇതിന്റെ സൗണ്ട് കേൾക്കാം. അതായത് ബ്ലൂടൂത്ത് വർക്കിംഗ്, അതായത് ഓൺ ആയെന്നുള്ള സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കോളൊക്കെ വരുമല്ലോ, നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോളൊക്കെ വരികയാണെങ്കിൽ
അവരുടെ നമ്പർ ഇതിങ്ങനെ പറയും. അതായത് ആരെ വിളിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ പറയും, അതുപോലെ തന്നെ അതിന്റെ നെയിമും പറയും. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻ ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യാമെന്നും അതുപോലെ എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ദ്വയോ എന്ന് ഇതിന്റെ ഹെഡ്സെറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിയ സ്ഥലത്തുള്ള അതായത് ഗോൾഡൻ കളറാണ്, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഈ ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണിക്കാം. ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ, ടോക്ക് ടൈം 56 hours എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിന് 460 mAh ആണ് ബാറ്ററിന്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ബെൽറ്റ് ഉണ്ട്, നമ്മൾ കഴുത്തിലിടുന്ന ബെൽറ്റ്, അത് വാട്ടർ പ്രൂഫ് ആണ്. അതാണ് കുറച്ചുകൂടി ഇതിന്റെ ഫീച്ചറായിട്ട് തോന്നിയത്, അത് കുറച്ചുകൂടി നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ്സെറ്റിന്റെ. അതായത് ചെറിയൊരു അൺബോക്സിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എന്നാലും മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ DK.